കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ ഡൽഹിയിൽ പോർമുഖം തുറക്കാൻ കേരളം തയ്യാറെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 8 പകൽ 11 മണിക്ക് ജനപ്രതിനിധികൾ ഡൽഹി ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തും. കേരളത്തിൻ്റെ ശബ്ദം ഇന്ദ്രപ്രസ്ഥത്തിൽ മുഴങ്ങിക്കേൾക്കും. വികസന മുരടിപ്പുണ്ടാക്കി LDF സർക്കാരിൻ്റെ ജനസ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ആസൂത്രിത നീക്കത്തിനെതിരെയാണ് ഈ പ്രക്ഷോഭം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDF MLA-മാരും MP-മാരും കേരള ഹൗസിൽ നിന്ന് ജാഥയായിട്ടാണ് ജന്തർ മന്ദറിലെത്തുന്നത്. അതേ ദിവസം വൈകിട്ട് 4 മുതൽ 6 മണി വരെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപന കേന്ദ്രങ്ങളിലും LDF നേതൃത്വത്തിൽ ജനകീയ സദസ്സുകൾ ചേരും. ബൂത്ത് തലങ്ങളിൽ ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള പ്രചാരണം സംഘടിപ്പിക്കും. കേരള ജനതയുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന ജനസദസ്സിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിക്കും. കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട വിഹിതം കേന്ദ്ര സർക്കാർ തടഞ്ഞുവെക്കുകയാണ്. പദ്ധതി, നികുതി വിഹിതങ്ങൾ, റവന്യൂ കമ്മി നികത്താനുള്ള സഹായം, GST നഷ്ടപരിഹാരം എന്നിവയ്ക്കെല്ലാം അർഹമായ തുക നൽകുന്നില്ല. വായ്പ എടുക്കാനുള്ള അവകാശവും നിഷേധിക്കുന്നു. കേരളത്തിൽ നിന്ന് നികുതിയായി 1 രൂപ പിരിച്ചെടുക്കുമ്പോൾ 25 പൈസയാണ് തിരികെ നൽകുന്നത്. ഉത്തർപ്രദേശിന് നൽകുന്നത് ഇരട്ടിക്കിരട്ടിയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് സഹകരണം തേടി മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചു. യോജിച്ചുള്ള സമരത്തിന് ക്ഷണിക്കുകയും ചെയ്തു. അതിൽ പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ജനങ്ങളെ ആകെയാണ് കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുന്നതെന്നും കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിൽ UDF-ഉം പങ്കെടുക്കണമെന്നും CPM പറഞ്ഞത് രാഷ്ട്രീയമല്ല, യാഥാർത്ഥ്യമാണ്. UDF-ഉം കോൺഗ്രസും മാറി നിന്നാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയായിരിക്കും.